5 ലക്ഷം രൂപ വീണയ്ക്കും എക്സാലോജിക്കിന് 3 ലക്ഷം കൊടുത്ത് 2,78,00,000 രൂപ അവർ കൈപ്പറ്റിയിട്ടുണ്ട്. വീണയുടെ വീട് റെയ്ഡ് ചെയ്ത സമയത്ത് പുതിയ ഒരു കമ്പനിയുടെ വിവരങ്ങളുടെ ഇഡിക്ക് ലഭിച്ചു. ശശിധരൻ കർത്ത മണലൂറ്റി അല്ലെങ്കിൽ മണൽ വിറ്റ് മൊത്തം ഇഡി കണ്ടെത്തിയിരിക്കുന്ന 189 കോടി രൂപയാണ്. രാജ്യത്തിന് വെളിയിലേക്ക് കടത്തുകയോ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ വേറെ ഏതെങ്കിലും നിരോധിച്ച സംഘടനകൾക്ക് കൊടുക്കുകയോ അങ്ങനെയുള്ള ട്രാൻസാക്ഷനൊക്കെ വന്നാൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ഉണ്ടാവും. അല്ലാതെ ഒരു വ്യക്തിയും എല്ലാ മാസവും വേറൊരാൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു ഒഫൻസ് അല്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് കുരുക്കുമുറുകുന്ന എന്ന വാർത്തകളാണ് ഇപ്പം വരുന്നത്. അതോടൊപ്പം തന്നെ പിണറായി വിജയനിലേക്കും അന്വേഷണം നീളുന്നു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. വീണയ്ക്ക് നമുക്കറിയാം, വീണയുടെ എക്സാലോജിക്ക് CMRലെ ശശിധരൻ കർത്തയുടെ CMRൽ നിന്ന് പ്രതിമാസം വീണയ്ക്ക് 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയും കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മൊത്തമായി 2,72,00,000 രൂപ വീണ യാതൊരു സേവനവും ചെയ്യാതെ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഇഡിയുടെ അന്വേഷണത്തിൽ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തപ്പോൾ 2024 അയാൾ പറഞ്ഞു, വീണ ഒരു സേവനവും ചെയ്തിട്ടില്ല, വീണയ്ക്ക് കൊടുത്തത് പിതാവിനെ കരുതിയാണ്, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കരുതി തന്നെയാണ് ഈ പണം കൊടുത്തത്. ഏതായാലും ഇതിനെ സംബന്ധിച്ചുള്ള ആ ഡിസ്ക്ലോഷർ ഇപ്പോഴാണ് വരാൻ കാരണം ഇഡി ഇപ്പം സ്വത്തുക്കളെല്ലാം അഡ്ജൂഡിക്കേഷന് മുഖേന കൈവശപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്ന സന്ദർഭത്തിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് വീണയുടെ കാര്യം പ്രത്യേകം പറയണേ. വീണ ഒരു സർവീസും CMRലിന് ചെയ്തിട്ടില്ല, അത് മുഖ്യമന്ത്രിയെ കരുതി മാത്രമാണ് കൊടുത്തതെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്തുണ്ട്. ഇപ്പോഴ് പ്രതിമാസം 5 ലക്ഷം രൂപ വീണയ്ക്കും എക്സാലോജിക്കിന് 3 ലക്ഷം കൊടുത്ത് 2,78,00,000 രൂപ അവർ കൈപ്പറ്റിയിട്ടുണ്ട്. ഒരു സേവനം ചെയ്യാതെയാണ് കൈപ്പറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സാലോജിക്കിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 16.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, അതും മരവിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വീണയുടെ വീട് റെയ്ഡ് ചെയ്ത സമയത്ത് പുതിയ ഒരു കമ്പനിയുടെ വിവരങ്ങളുടെ ഇഡിക്ക് ലഭിച്ചു. അത് ലേക്കർ ഇന്ത്യ എന്നൊരു സ്ഥാപനമാണ്. അത് വീണയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഐഫോണിൻ്റെ അകത്താണ് ആ വിവരം കിടന്നത്. ഐഫോണിലെ വിവരങ്ങൾ ഇഡി പരിശോധിച്ചു. അന്നേരമാണ് ഇപ്പം മനസ്സിലാകുന്നത് ലേക്കർ ഇന്ത്യ എന്നൊരു സ്ഥാപനം കൂടി ഉണ്ട്. അതിനകത്തൊരു 15.5 ലക്ഷം രൂപ കിടപ്പുണ്ടായിരുന്നു, അതും ഇപ്പം മരവിപ്പിച്ചു. നേരത്തെ എക്സാലോജിൽ കൊണ്ട് 16.5 ലക്ഷം രൂപ മരവിപ്പിച്ചു. അത് എങ്ങനെ വന്നാലും 32 ലക്ഷം രൂപയുടെ മരവിപ്പ് അവിടെ നടന്നിട്ടുണ്ട്. അതോടൊപ്പം ശശിധരൻ കർത്തയുടെ അയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാളുടെ കുടുംബത്തിലേക്ക് 26 കോടി രൂപ മറിച്ചിട്ടുണ്ട്. മൊത്തം ഏകദേശം 12 കോടി രൂപയുടെ 12 പ്രതികളുടെ പേരിൽ 29 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ കാണുന്നുണ്ടായിരുന്നു. ശശിധരൻ കർത്ത മണലൂറ്റി അല്ലെങ്കിൽ മണൽ വിറ്റ് മൊത്തം ഇഡി കണ്ടെത്തിയിരിക്കുന്ന 189 കോടി രൂപയാണ്. ആ 189 കോടി രൂപയിൽ 139 കോടി വകമാറ്റി ചിലവാക്കി എന്ന് പറഞ്ഞാൽ അത് വെണ്ടർമാരെ ഉപയോഗിച്ചിട്ട് അവരുടെ കയ്യിൽ പണം അവർക്ക് അയച്ചു കൊടുത്തിട്ട് ആ വെണ്ടർ അത് തിരിച്ച്, അത് എനിക്ക് തോന്നുന്നു ഫോറിൻ മണിയാകാം അല്ലാതെ ഇന്ത്യൻ മണിയാകാം, അവരതിൻ്റെ കമ്മീഷൻ എടുത്തിട്ട് ഇയാൾക്ക് തിരിച്ചു കൊടുക്കും. അത് ഇയാൾ തന്നെ വാങ്ങിച്ചിട്ട് അവരുടെ കമ്മീഷൻ കഴിച്ച് ബാക്കി ഇയാൾ വന്ന് അങ്ങനെ ഒരു തിരിമറി നടത്തി ഒരു സർക്കുലേഷൻ നടത്തിയാണ് ഈ വെട്ടിപ്പും തട്ടിപ്പും ഈ ശശിധരൻ കർത്തയും കുടുംബവും നിർവഹിച്ചു പോന്നിരുന്നത്. എന്തായാലും മൊത്തം 182 കോടിയുടെ ട്രാൻസാക്ഷൻ കാണുന്നുണ്ട്. 139 കോടി അയാൾ ചിലവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളുടെ കൈവശമുണ്ട്. അയാൾ പല രാഷ്ട്രീയക്കാർക്കും കേരളത്തിൽ ഇതുപോലെ പണം കൊടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് പർപ്പസിന് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഒരു കാര്യം നമുക്കറിയാം, ശശിധരൻ കർത്തയെ പോലെ ഒരു വ്യക്തി ഇവിടുത്തെ മണലൂറ്റിക്കൊണ്ട് കൊടുക്കാൻ ഒരു പ്രൈവറ്റ് ഫേമിന് അവകാശമില്ല. അത് ആരാണ് കൊടുത്തതെന്നുള്ള കാര്യത്തെപ്പറ്റി ഇഡി ഇപ്പം കാര്യമായി അന്വേഷിക്കുന്നുണ്ട്. 2017-2020 കാലഘട്ടത്തിലാണ് വീണയ്ക്ക് 2,78,00,000 രൂപ കൊടുത്തത്. അപ്പോൾ അയാൾ മൊത്തമായിട്ടെടുത്ത ഇതുവരെ സമ്പാദിച്ച 189 കോടി,
അതേപ്പറ്റി അന്വേഷണം വളരെ തകൃതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ വീണയുടെ ലേക്കർ ഇന്ത്യ എന്ന പുതിയ കമ്പനിയുടെ പേരിലും അതിനകത്തൊരു 15.5 ലക്ഷം രൂപ ബാങ്കിൽ കിടന്നു, അതും കണ്ടുകെട്ടിയിട്ടുണ്ട്. എന്തായാലും 2014-2015 കാലഘട്ടത്തിലാണ് എക്സാലോജിക്ക് ഈ പണം കൊടുക്കാൻ കാരണം. 2016 എങ്ങനെ വന്നാലും അധികാരത്തിൽ വന്നു. അപ്പോൾ 2014-2015 കാലഘട്ടത്തിൽ പണം കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. മുഖ്യമന്ത്രി ആകുകയാണ് ഇയാൾ, അതുകൊണ്ടാണ് പണം കൊടുത്തതെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഏതായാലും EDയുടെ ഒരു കേസ് ഇപ്പോൾ 2024 ഇവർക്കെതിരായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന FIR പോലെ അവരതിന് പറയുന്നത് ECIR എന്നാണ്. അപ്പോൾ ലോക്കൽ പോലീസും അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചൊക്കെ ചെയ്യുന്ന FIRന് പകരം ED എടുക്കുമ്പോൾ അത് FIR അല്ല, ECIR ആണ്. ആ ഒരു നടപടി അനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും അടിയന്തരമായിട്ട് ഇവരെ വീണ വിജയനെയോ ഓർ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയോ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത ഉണ്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതെങ്കിലും മറ്റൊരു രീതി ചിന്തിക്കുമ്പം വീണ വിജയന് പണം കൊടുത്തത് ഒരു ഒഫൻസായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അവരൊരു സേവനം ചെയ്യാതെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പണം കൊടുക്കാമല്ലോ. ധാരാളം പണമുള്ളവർ ചിലപ്പോൾ ഒരാൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതൊരു ഒഫൻസായിട്ട് നമുക്ക് പറയാൻ. പക്ഷേ അത് രാജ്യത്തിന് വെളിയിലേക്ക് കടത്തുകയോ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ വേറെ ഏതെങ്കിലും നിരോധിച്ച സംഘടനകൾക്ക് കൊടുക്കുകയോ അങ്ങനെയുള്ള ട്രാൻസാക്ഷനൊക്കെ വന്നാൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ഉണ്ടാവും. അല്ലാതെ ഒരു വ്യക്തിയും എല്ലാ മാസവും വേറൊരാൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു ഒഫൻസല്ല. പക്ഷേ പിണറായി വിജയനെ ഉദ്ദേശിച്ചാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ടെങ്കിലും പണം പോയിരിക്കുന്ന എക്സാലോജിക്കിലാണ്, വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്കാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ അത്ര സക്സസ്ഫുൾ ആവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നിയമപരമായിട്ട് അവർക്ക് പ്രോസിക്യൂട്ട് ചെയ്ത് ഒരു കൺവിഷൻ ചെയ്യാനോ സാധിക്കില്ല. എങ്കിലും നിയമവിരുദ്ധമായ മണി ട്രാൻസാക്ഷൻ്റെ അത് നടക്കുന്നതുകൊണ്ട് അത് കോൺഫിസ്കേറ്റ് ചെയ്യുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയത്ത് വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് അവരെ ഡീറ്റെയിൻ ചെയ്യാൻ, അവരെ പണിഷ് ചെയ്യാനായിട്ട് ഈ കേസ് മുഖേന സാധിക്കുമോ ഇല്ലയോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇന്ത്യക്ക് വെളിയിലേക്ക് ഇന്ത്യൻ മണി അത് കൺവെർട്ട് ചെയ്ത് അത് ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊരു ഒഫൻസാണ്. അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതിൻ്റെ വിവരങ്ങൾ ഇതുവരെ വെളിയിൽ വന്നില്ല. എന്നാൽ ഇവർ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഈ കളവായിട്ടുള്ള ട്രാൻസാക്ഷനൊക്കെ ആ ഐഫോൺ മുഖേനയാണ്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വെളി വരുമ്പം ചിലപ്പം ഫോറിൻ എക്സ്ചേഞ്ച് വല്ലതും ഇവർ ഇന്ത്യൻ റുപ്പി കൺവെർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഒഫൻസാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് അറിയാതെ അത് ചെയ്യാൻ പാടില്ല. അതൊരു മേജർ ഒഫൻസാണ്. അങ്ങനെയാണെന്നിട്ടുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ NIA ഈ കേസിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.